ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിൻ്റെ പേരാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്പി തടുക്ക. അതായത് നമ്മളെ വെള്ളക്കടല കൊണ്ട് ഉണ്ടാക്കുന്ന മസാല. അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളെ വെള്ളക്കടല എടുത്തിട്ട് കുക്കറിൽ ഒരു 5 വിസിലിൽ വേവിച്ചെടുക്കണം, പാകത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട്. അപ്പം വെന്ത് കഴിഞ്ഞ കടലയിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിതാ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കോൺഫ്ലവർ നന്നായിട്ട് എല്ലാ കടലയിലേക്കും കോട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇത് പൊരിച്ചെടുക്കണം. ഇനി നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഈ ചിക്പി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ചൂസ് ചെയ്തത് സൺഫ്ലവർ ഓയിലാണേ. ഇനി നന്നായിട്ട് ഇതൊന്ന് പൊരിഞ്ഞു വന്നാൽ നമുക്ക് കോരി മാറ്റാം. ഇനി ഒരു പാനിലേക്ക് ഒരു ക്യൂബ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. മെൽറ്റായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ട് ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും നന്നായിട്ട് ബട്ടറിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് പച്ചമുളക് വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ആദ്യം ആഡ് ചെയ്തത് ടൊമാറ്റോ സോസാണ്. അത് 1.5 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സോസുകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു തിക്നെസ് നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി മുഴുവനായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മളെ ചിക്പി കുറച്ച് കളർ കൂട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എരിവ് ആവശ്യമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ആക്കാം. ഇനി ഇത് ഒക്കെപ്പാടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം
നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച നമ്മളെ ചിക്പി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് നമ്മളെ കടലയിലേക്ക് കോട്ടാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആ മല്ലിച്ചപ്പും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്പി ചൈനീസ് തടുക്ക ഇവിടെ റെഡിയായി. അപ്പോൾ വൈകുന്നേരത്തെ ഒരു കട്ടൻ്റെ കൂടെ നല്ല കോംബോ ആയിട്ട് കൂട്ടാൻ പറ്റിയ ഈ ചൈനീസ് തടുക്ക നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിനൊരു ക്രഞ്ചിനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന സമയത്ത് കുറച്ച് ഉള്ളിയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് കഴിച്ച് നോക്കിയാലുണ്ടല്ലോ നമ്മൾ ഈവനിങ് പിന്നെ വേറെ ഒന്നും വേണ്ടി വരില്ല. അപ്പം നമ്മൾ പ്രോട്ടീൻ കവർഡ് ക്രിസ്പിയായ നമ്മളെ ഈ ചൈനീസ് തടുക്ക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ മസ്റ്റ് ട്രൈ ആയിട്ട് പറയുന്നു. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ നിങ്ങളെ വിലയേറിയ കമൻറ്റുകളും നിർദ്ദേശങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ശരി, മസ്സലാമ, ബൈ ബൈ ഫ്രം കൊയാസ് റെസിപ്പി.